വേണം. കേരളം കണ്ട സമാനതകളില്ലാത്ത ഈ രക്ഷാപ്രവർത്തനം അന്വേഷിക്കുക തന്നെ വേണം. നാളെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാലും അധികാരങ്ങളുടെ പരിധികളെല്ലാം ലംഘിച്ച് വെറും അടിമകളായ ചെന്നായ്ക്കളെ പോലെ അധികാരത്തിൻ്റെ ഹുങ്കിൻ്റെ ബലത്തിൽ ആരെയും ഇങ്ങനെ ആക്രമിക്കരുത്. ഗൺമാന്മാർക്ക് ഗൺമാന്മാരുടെ ജോലിയാണ്. ഗൺമാന്മാരുടെ ജോലിക്കപ്പുറം വെറും ഭ്രാന്തന്മാരായ ക്രിമിനലുകളായി മാറുകയും ആ ക്രിമിനലിസത്തെ അധികാരമുള്ളവൻ സംരക്ഷിക്കും എന്ന ബലത്തിലും ഒരിക്കലും ചെയ്തു പോകരുത്. അവനെയൊക്കെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത് കളയേണ്ടത് ആവശ്യമാണ്. അവന് രാഷ്ട്രീയ ഗുണ്ടയായി എവിടെയെങ്കിലും സമൂഹത്തിൽ ജീവിക്കാവുന്നതാണ്. അത്രമേൽ ക്രൂരമായ പ്രവൃത്തിയാണ് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആ പീഡനങ്ങളുടെ കഥ പറയുന്ന ബഹുമാന്യനായ അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഖാവ് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ആ രക്ഷാപ്രവർത്തനം അടക്കമുണ്ട് ഈ 102 UDF സീറ്റുകളിൽ. ആ രക്ഷാപ്രവർത്തനം ഒന്ന് കാണാം, ബാക്കി പിന്നെ പറയാം. ആ രക്ഷാപ്രവർത്തനം അന്വേഷിക്കാൻ TP ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കേരളത്തിൽ നീതി നടപ്പിലാക്കാൻ നിർഭയമായി പോരാടിയ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചു. നന്ദിയുണ്ട് രമേശ് ചെന്നിത്തല, നന്ദിയുണ്ട് VD സതീശനും, യഥാർത്ഥത്തിൽ അത്തരമൊരു തീരുമാനമെടുത്ത സർക്കാരിനും. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിഷയമല്ല. ഇത് ക്രൂരമായ പീഡനം നടത്തുന്നതിന് എന്ത് തരം അടിമവേലയും ഒരു യൂണിഫോമിൻ്റെ പിൻബലത്തിൽ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഗുണ്ടാ പ്രവർത്തനമാണിത്. അല്ലെങ്കിൽ അവർക്കങ്ങനെ ഇറങ്ങി അടിക്കാൻ അധികാരമില്ല. അവരേതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുകയോ വല്ലതും ചെയ്യുമ്പോൾ ഇടപെട്ടതുപോലെയുമല്ല. സമരം നടത്തിയവരെ ഇറങ്ങി തെരുവിലിട്ട് അടിച്ച് തല പൊട്ടിക്കുകയാണ്. ആഞ്ഞാഞ്ഞടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആ അടിയേറ്റവൻ ഇന്ന് ആലപ്പുഴയിലെ MLA ആണ്. ഇപ്പോൾ പിണറായി വിജയൻ സഖാവിനെതിരെയും MV ഗോവിന്ദൻ മാഷിനെതിരെയും ഒരുപാട് പേരങ്ങ് വിമർശിക്കുന്നല്ലോ. അന്ന് രക്ഷാപ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാൻ തയ്യാറായില്ല പരാജയപ്പെട്ട ചിത്തരഞ്ജൻ അടക്കമുള്ളവർ. ഇന്നിപ്പോൾ വല്ലാണ്ടങ്ങ് ധൃതി കൂട്ടുന്നുണ്ട് എല്ലാം നടപ്പിലാക്കാൻ, ഉടൻ സമരം തുടങ്ങാൻ. ഒക്കെ ചെയ്യുമ്പോഴും ഈ അടി മറക്കാവുന്നതല്ല. ഇത് രാഷ്ട്രീയമല്ല, ഇത് ഗുണ്ടായിസമാണ്. ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വേണ്ടി ഗുണ്ടകളാവരുത്. അവരുടെ നിയമപരമായ ആ പരിമിതികൾ അത് ഉൾക്കൊള്ളേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ഏതായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ഉചിതമായ തീരുമാനമെടുക്കണം. അതിനേക്കാൾ വലിയ നാടകം ഇതിനെക്കുറിച്ച് കേസ് കൊടുത്തപ്പോൾ ഇതിന് തെളിവുമില്ല, ദൃശ്യങ്ങളുമില്ല, അടിച്ചതൊന്നുമില്ലെന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത്. എല്ലാം സാമൂഹ്യ മാധ്യമത്തിൽ വളരെ സുതരാ വ്യക്തമാം വിധം ഉണ്ടായപ്പോഴുമാണ് കേരള സമൂഹത്തെ ഒരു തരത്തിൽ പരിഹസിച്ചുകൊണ്ട് അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ തയ്യാറായത്. അതുകൊണ്ട് അന്വേഷിക്കണം, ഉത്തരവാദികളെ ശിക്ഷിക്കണം. അത് മാതൃകാപരമായ കടുത്ത ശിക്ഷയുമായിരിക്കണം.